ഈമാനുള്ള ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ തളിർപ്പാണ്, മുഹബ്ബത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യമായ മാസം കടന്നു വരുന്നു എന്ന് പറയുന്നതിനേക്കാളും വലിയ സന്തോഷം മുഅ്മിനീങ്ങൾക്ക് വേറെ ഉണ്ടാവുകയില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമാണുള്ളത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സ്നേഹിക്കുന്നതിൻ്റെ മുന്നേയുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, അത് ഈമാൻ ശരിയാവുക എന്നുള്ളതാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എൻ്റെ ശരീരം കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, പരിഗണിക്കുന്നത്, മാനിക്കുന്നത് തങ്ങളെയാണ് നബിയേ. റസൂലുള്ള മറുപടി കൊടുക്കുകയാണ്, പോരാ പോരാ, നിന്റെ ഈമാന് പൂർണ്ണമല്ല. എന്തുകൊണ്ടാണ് ഈമാന് പൂർണ്ണമല്ല എന്ന് പറയുന്നത്? ലക്ഷോപലക്ഷക്കണക്കിന് പ്രവാചകന്മാര് കഴിഞ്ഞുപോയല്ലോ. ഓരോ കാലഘട്ടത്തിലും വന്ന പ്രവാചകന്മാർക്ക് വ്യത്യസ്തമായ അഭിസംബോധനങ്ങളാണ്, കമ്മ്യൂണിക്കേഷനുകളാണ്, പേരുകളാണ് റബ്ബ് വിളിച്ചത്. എന്നാൽ യാ റസൂലല്ലാഹ്, എൻ്റെ റസൂലേ, എൻ്റെ നബിയേ എന്ന് അഭിസംബോധനം ചെയ്തത് മുത്തു റസൂലുള്ളാഹിയാ. ഈമാനുള്ളവരെ, ലാ യുമിനു അഹദകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ. ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടാകണം? പരിഗണന ആരോടാകണം? സ്നേഹം എവിടെ നിന്ന് തുടങ്ങണം? ഉമർ തങ്ങൾ പറഞ്ഞു തരികയാ, എൻ്റെ ശരീരത്തെക്കാളും, മക്കളെക്കാളും, സന്താനത്തെക്കാളും, സമ്പത്തിനേക്കാളും, ഇഷ്ടജനങ്ങളെക്കാളും, വേണ്ടപ്പെട്ടവരെക്കാളും ഈ മുത്തുനബി തങ്ങളെ സ്നേഹമാകാതെ, മുഹബ്ബത്താകാതെ ഈമാൻ തുടങ്ങുന്നില്ല. ഞാനും നിങ്ങളും മുത്തുനബിയുടെ ഉമ്മത്താണ്, പേരുകൊണ്ട് മുസ്ലിമീങ്ങളാ. എന്താ നമുക്ക് ഈമാന് വരാത്തത്? എന്താ മുഹബ്ബത്ത് റസൂല് വരാത്തത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അറിയാത്തവരുണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ അറിയാത്തവരുണ്ടോ? ഉസ്മാൻ തങ്ങളെ അറിയാത്തവരുണ്ടോ? അലിയാർ തങ്ങളെ അറിയാത്തവരുണ്ടോ? ബിലാൽ തങ്ങളെ അറിയാത്തവരുണ്ടോ? ആ പേരെന്നെ പറയുമ്പോ എത്ര വലിയ മുഹബ്ബത്താ, എന്തൊരു ആനന്ദമാ, എന്തൊരു ത്രില്ലാണ് ആ പേരിലുള്ളത്. ഉപ്പമാരെ, അടിസ്ഥാനമായി മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് തുടങ്ങിയപ്പോ അവരുടെ ജീവിതത്തിൽ എത്രയാ മാറ്റങ്ങൾ വന്നത്. സുബ്ഹാനല്ലാഹ്. അനസ് ഇബ്നു മാലിക് തങ്ങളെ പരിചയമുണ്ടോ? ആരാണ് അനസ് തങ്ങളെ? 10 വർഷം അല്ലാഹുവിന്റെ റസൂലിന് ഖിദ്മ ചെയ്ത മഹാനാ. പ്രായം 40 കഴിഞ്ഞിട്ട് തുടങ്ങിയതല്ലല്ലോ, 30 വയസ്സിലല്ല, 20 വയസ്സിലല്ല. മുത്തുനബിക്ക് സേവനം തുടങ്ങിയത് ചെറുപ്പത്തിലാ. എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തില് മുത്തുനബിന്റെ ഓരം ചേർന്നിട്ട് തങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുകയാ. തങ്ങൾ പറയുന്നത്, തങ്ങൾ കൽപ്പിക്കുന്നത്, തങ്ങൾ പറയാത്തത് എല്ലാം കണ്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുകയാ. സുബ്ഹാനല്ലാഹ്.
10 വർഷം സേവനം ചെയ്തിട്ട് അനസ് തങ്ങൾക്ക് പറയാനുള്ളതറിയുമോ? ഖദംതുലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 സനവാത്ത് 10 വർഷം ഖിദ്മയെടുക്കുകയാ. മാ ഖാല ലീ ശൈഉൻ ഫഅൽതു ലമാ ഫഅൽത. ഏതൊരു കാര്യവും എന്തേ അത് ചെയ്യാതിരുന്നതെന്ന് മുത്തുനബി എന്നെ ചോദ്യം ചെയ്തിട്ടില്ല. വമാ ഖാല ലീ ശൈഉൻ തറക്തു ലിമാ തറക്ത. ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്യാത്തതിന്റെ പേരിൽ എന്നെ ചോദ്യം ചെയ്തില്ല. ഒരിക്കലും തങ്ങൾ എന്നെ ചീത്ത പറഞ്ഞിട്ടില്ല, ആക്ഷേപിച്ചിട്ടില്ല. എന്നാ പറയുന്നത്. ഇതുവരെ തങ്ങൾ എന്നോട് എന്ന് പറഞ്ഞിട്ടില്ല. എന്താണ് അവിടുത്തെ ജീവിതമെന്നറിയുമോ? അപ്പയാണ് മുഹബ്ബത്ത് റസൂൽ നമ്മൾ അറിയുക. ഒരാളെ കുറിച്ചിട്ട് മോശമായി പറയാൻ, ഒരാളെ വെറുപ്പിക്കാൻ, ഒരാളെ കഷ്ടപ്പെടുത്താൻ, ഒരാളെ കുറ്റപ്പെടുത്താൻ, ഒരാളെ ഒറ്റപ്പെടുത്താൻ, ഒരാളെ തോൽപ്പിക്കാൻ, ഒരാളെ വഞ്ചിക്കാൻ മുത്ത് റസൂലുള്ളാഹിന്റെ പാഠങ്ങളിലില്ല. അതാണ് തങ്ങളുടെ സന്ദേശം എന്ന് പറയുന്നത്. അതാണ് തങ്ങൾ പകർന്നു കൊടുക്കുന്നത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കുമ്പോ, തങ്ങൾ അറിയേണ്ടതുപോലെ അറിയുമ്പോഴാണ് ഞാനൊരു പെർഫെക്റ്റ് മുസ്ലിമായി തുടങ്ങുന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഒരാൾ മുസ്ലിം ആകൂല, ഒരാൾ മുഅ്മിനാവുകയില്ല. വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മുത്തുനബിയില്ലാത്ത സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഇസ്ലാമില്ല. ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു കർമ്മം മുത്തുനബിയുടെ പേരില്ലാതെ, സ്വലാത്തില്ലാതെ കബൂലാവുകയില്ല. നിസ്കാരം കബൂലാകണമെങ്കിൽ മുത്തുനബി വരണമല്ലോ. ഹജ്ജ് സ്വീകരിക്കണമെങ്കിൽ മുത്തുനബി വരണമല്ലോ. ഉംറ കബൂലാവണമെങ്കിൽ മുത്തുനബി വരണമല്ലോ. ആരാണ് സ്വതക്ക ചെയ്യാൻ പഠിപ്പിച്ചു തന്നത്? അങ്ങനെ എണ്ണണേ. ഹബീബായ തങ്ങളില്ലാത്ത ഏത് ധർമ്മമാണുള്ളത്, ഏത് കർമ്മമാണുള്ളത്? അതുകൊണ്ട് ഒന്ന് ഹൃത്തടത്തിൽ ഒന്ന് ഉറച്ച് ചൊല്ലിക്കോ മോനെ. വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ അറിയുന്ന അടുക്കുന്ന രണ്ടാമത്തെ ഒരു കാര്യം അറിയുമോ? മഹത്തുക്കളായ മഹാരഥന്മാര് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ശരീരത്തിലേറ്റ വെട്ടുമായി മദീനയുടെ മുറ്റത്ത് വന്നിങ്ങനെ ഇരിക്കുകയാണ്. അതാലിയാര് തങ്ങളാ വന്ന് കാണുന്നത്. എനിക്ക് പ്രതീക്ഷയുള്ള വല്ല അമലുമുണ്ടോ? ഞാനിതാ മരിക്കാനിരിക്കുകയാണ്. ഈ ദുനിയാവെന്ന് വിട പറയാൻ പോകാണ്. എനിക്ക് ഖബറിൽ രക്ഷപ്പെടാൻ, റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കാൻ വല്ല അമലുണ്ടോ? ഒന്ന് പറഞ്ഞു തരണേ. അലിയാര് തങ്ങൾ പറഞ്ഞു കൊടുക്കാണ്. ഉമറേ റളിയല്ലാഹു അൻഹു, സങ്കടപ്പെടണ്ട, വിഷമിക്കണ്ടല്ലോ. മുത്തുനബിയുടെ ഓരം പറ്റി ജീവിച്ചവരാണല്ലോ. തങ്ങൾക്ക് തണല് കൊടുത്തവരല്ലേ, തങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തവരല്ലേ. എന്നിട്ട് അലിയാര് തങ്ങൾ പറഞ്ഞു കൊടുക്കാണ്. വതൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ അൻഖറാദ്. അങ്ങ് ജീവിച്ചിരിക്കുന്ന കാലത്ത് മുത്തുനബിയുടെ പൊരുത്തം കിട്ടില്ലേ? തങ്ങളുടെ അംഗീകാരം കിട്ടില്ലേ?
തങ്ങളുടെ കൂടെ നിൽക്കാൻ ഭാഗ്യം ലഭിച്ചതിനേക്കാളും മൂല്യമുള്ള ഒരു കാര്യവും ലോകത്ത് വേറെയില്ല. അബൂബക്കർ തങ്ങളുണ്ടല്ലോ, നിങ്ങളറിയുമോ? അതാ മരണവേദനയിൽ വിലപിച്ചിട്ട് ഉമർ തങ്ങൾ പറയാ, ലൈലത്തുൻ മിൻ ലയാലി അബൂബക്കർ അഫ്ദലി മിൻ ഉമരി ഉമറാ. ഈ കിടക്കുന്ന ഉമറാകുന്ന എൻ്റെ ജീവിതം ഞാൻ അബൂബക്കറിന് സമർപ്പിച്ചാലും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു രാത്രിക്ക് പകരമാകില്ല. ഏതാണ് ആ രാത്രി? നിങ്ങൾക്കറിയില്ലേ? സൗർ ഗുഹയിലെ ഒറ്റപ്പെട്ട് വെള്ളമില്ല, ഭക്ഷണമില്ല, നാടുവിടേണ്, എല്ലാവരും നാട്ടിൽ നിന്ന് പുറത്താക്കാണ്. മുത്തുനബി ഒറ്റപ്പെടേണ്. അന്ന് തങ്ങൾ ഒറ്റപ്പെട്ടപ്പോ തങ്ങളെ കൂടെ നിന്ന് തങ്ങൾക്ക് വേണ്ടത് ചെയ്തു കൊടുത്ത അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈമാനുള്ളവരെ, ആ അബൂബക്കർ തങ്ങൾക്ക് രക്ഷപ്പെടാൻ സൗർ ഗുഹയുടെ അവിടെ മുത്തുനബിയോട് ഒപ്പന്നത് മതി. ഉമർ തങ്ങൾക്ക്, ഉസ്മാൻ തങ്ങൾക്ക്, അലിയാര് തങ്ങൾക്ക് ബദറിന്റെയും ഉഹുദിന്റെയും രണാങ്കളത്തിലെ തകർത്ത് പെയ്ത യുദ്ധത്തിന്റെ കഥ പറഞ്ഞ് രക്ഷപ്പെടാലോ. നിങ്ങളറിയില്ലേ? മഹാനായ ഇമാമുൽ ആലം അബൂ ഹനീഫ, ശാഫിഈ റളിയല്ലാഹു അൻഹു, ഹംബലി റളിയല്ലാഹു അൻഹു, മാലികി റളിയല്ലാഹു അൻഹു, മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, അജ്മീർ ഖജാ റളിയല്ലാഹു അൻഹു, മമ്പുറത്ത് പാപ്പാടക്കമുള്ള മഹത്തുക്കളായ മഹാരഥന്മാരൊക്കെ മദ്ഹബിന്റെ പേര് പറഞ്ഞിട്ട്, ഫിഖഹിന്റെ പേര് പറഞ്ഞിട്ട്, ഹദീസിന്റെ പേര് പറഞ്ഞിട്ട് സ്വർഗത്തിലെ വലിയ വലിയ ദറജകൾ നേടുമ്പോ, മുത്തുനബിയുടെ മുന്നിൽ നിൽക്കുമ്പോ തങ്ങൾ അവരെങ്ങനെ മാടി മാടി വിളിക്കുമ്പോ അവർ ഈ ജീവിതത്തിൽ സമ്പാദിച്ച സമ്പാദനങ്ങൾ എന്താ? ഏത് ക്രെഡിബിലിറ്റി കൊണ്ടാ അവർക്ക് റബ്ബിന്റെ അടുക്കൽ സ്ഥാനം കിട്ടുന്നത്, മുത്തുനബിന്റെ അടുക്കൽ സ്ഥാനം കിട്ടത്? 40, 60, 80 കൊല്ലം അവർ ജീവിച്ചല്ലോ. ഈമാനുള്ളവരെ, അവരുടെ കാലഘട്ടത്തിലൊക്കെ ജീവിച്ചിരുന്ന MLA-മാര്, മന്ത്രിമാര്, രാജാക്കന്മാരൊക്കെ എവിടെ? അവരെടുത്തിരുന്ന രമ്യഹർമ്മങ്ങളൊക്കെ എവിടെ? അവരുപയോഗിച്ചിരുന്ന സിംഹാസനങ്ങളൊക്കെ എവിടെ? അവർ കൊണ്ടു നടന്നിരുന്ന കാറുകളൊക്കെ എവിടെ? ലോകത്ത് ഒരാളും ചർച്ച ചെയ്യുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു പോയ ഷാഫി ഇമാമിനെ നമുക്ക് മറക്കാൻ കഴിയില്ല. ഹനഫി ഇമാമിനെ മറക്കാൻ പറ്റുന്നില്ല. മാലികി ഇമാമിനെ അറിയുമോ? 40 വർഷം മദീനത്തെ പള്ളിയിൽ ദർസ് നടത്തിയ മഹാന. രക്ഷപ്പെടാൻ അതുപോരെ. ഞാൻ അവസാനിപ്പിക്കുകയാ. ഒറ്റ ചോദ്യമാണ് ചോദിക്കുന്നത്. വയനാടിന്റെ ചിത്രം നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഒരു രാത്രി എല്ലാവരും ഭക്ഷണം കഴിച്ച് കൂട്ടത്തോടെ പായയിലും ബെഡിലും ഉറങ്ങിയിരുന്ന ഒരു രാത്രി, സുബ്ഹാനല്ലാഹ്, സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ കേൾക്കാണ് ഒരു നാട് പൂർണ്ണമായും തരിശമായി പോയി. ഒരാൾക്കും പരസ്പരം പൊരുത്തപ്പെടിപ്പിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. വാങ്ങിച്ചു കൂട്ടിയ കടങ്ങള് പറയാൻ പറ്റിയിട്ടില്ലല്ലോ. ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾക്ക് റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറ്റില്ലല്ലോ. റബ്ബിനോട് ഏറ്റു പറയാൻ പറ്റില്ലല്ലോ. തൗബ ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. ഒന്ന് ആലോചിക്കണേ. ഇതുപോലെ എപ്പോഴാണ്, എങ്ങനെയാണ്, എവിടെയാണ് നമ്മൾ മരിക്കാന്ന് പറയാൻ പറ്റൂല. നമ്മൾ മരിച്ചിട്ടെങ്ങാനുമുള്ള അന്നേ ദിവസം നമ്മളെ കബറിലേക്ക് ഇറച്ചി വെക്കുന്ന ആദ്യ രാത്രിയില് നമ്മളെ കബറിലേക്ക് ആരാണ് വരേണ്ടത്? എത്ര മഹത്വമുള്ള ചോദ്യമാണ്. ആ കബറിൽ ഞാൻ ഏകനായി കിടക്കുമ്പോ എനിക്ക് റബ്ബിന്റെ അടുക്കലുള്ള എല്ലാ സ്ഥാനങ്ങളും മാനങ്ങളും സമ്മാനങ്ങളും കിട്ടാൻ എന്താണ് അതിനുള്ള വഴി? മുഹബ്ബത്ത് റസൂലുള്ളാഹ്. ലോകത്ത് എവിടെയും ലക്ഷക്കണക്കിന് റക്അത്ത് നിസ്കരിച്ച ഒരു മഹാനും ഒരു ഔലിയയും എൻ്റെ നിസ്കാരം കൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞതൊരു കിതാബിലും വായിക്കാനില്ല.
ഞാൻ എത്രയോ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്, എനിക്ക് രക്ഷപ്പെടാൻ എൻ്റെ നോമ്പ് മതി എന്ന് പറഞ്ഞ ഒരു ഔലിയനെയും ഒരു മഹാനെയും ചരിത്രത്തിൽ വായിക്കാനില്ല. ഞാൻ ചെയ്ത ഹജ്ജ് കൊണ്ട്, ഞാൻ കൊടുത്ത സ്വതക്ക കൊണ്ട്, സക്കാത്ത് കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹാനെയും ഒരു ഔലിയെയും ചരിത്രങ്ങളിൽ വായിക്കാനില്ല. അതേ സ്ഥാനത്ത് ഇമാമുൽ ബൂസൂരി തങ്ങളെ നമുക്കറിയാലോ. അവിടെ നിന്നതാ ഖസീദത്തുൽ ബുർദ കൊണ്ട് രക്ഷപ്പെടുമല്ലോ. അഹ്മദ് റിദാ ഖാൻ മദീന മദീന എന്ന് പറഞ്ഞ് അതാ മഹാനവർ രക്ഷപ്പെടുമല്ലോ. നമുക്ക് രക്ഷപ്പെടാൻ, മരിച്ച് കബറിൽ കിടന്ന് നമുക്ക് രക്ഷപ്പെടാൻ ഏകവും മാത്രമായുള്ള പ്രതീക്ഷയുള്ളത്. എല്ലാ മഹാരഥന്മാരും ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാഠമാക്കിയവർ, രാപ്പകലുകളിൽ കഷ്ടപ്പെട്ട് നിസ്കരിച്ചവർ, ദിക്റുകളും ഇബാദത്തും ചെയ്തവർ, നിരവധി പള്ളികളെടുത്തവർ, മദ്രസകളെടുത്തവർ, സ്ഥാപനങ്ങളെടുത്തവർ, എല്ലാവരും പറഞ്ഞ ഒറ്റ കാര്യം, രക്ഷപ്പെടണോ. മുഹബ്ബത്തു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് മുടങ്ങാതെ നമ്മൾ സ്വലാത്ത് കൊണ്ട് നടക്കണം. ഈ തങ്ങൾ അവസാനമായി ഇവിടെ വെച്ചുപോയത് ഏതെങ്കിലും വലിയ വലിയ രമ്യകർമ്മങ്ങളല്ല, ഏതെങ്കിലും ആസ്തികളല്ല. തങ്ങൾ പറയാണ്, ഞാൻ എൻ്റെ അഹ്ലു ബൈത്തിനെയായി ഇവിടെ വെച്ചു പോകുന്നത്. എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ പേരക്കുട്ടികളെ ഞാൻ ഇവിടെ വെച്ചു പോവുകയാണ്. അവരെ മുറുകെ പിടിച്ചോ. അവര് പറയുന്നത് കേട്ട് അവർക്ക് വേണ്ടി ഖിദ്മ ചെയ്ത് അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്താൽ മോനെ, ഖബറിൽ കിടക്കാൻ എന്തു രസമായിരിക്കും.